എല്ലാവർക്കും സ്ട്രോബെറി ചാനലിന്റെ ഗസ്റ്റ് ഷെഫ് സെഗ്മെന്റിലേക്ക് സ്വാഗതം. അമ്മൂസ് മന്ത്ര എന്ന യൂട്യൂബ് ചാനലിലെ അനീറ്റ ജെറിനാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഷെഫ്. അനീറ്റയുടെ മറ്റു റെസിപ്പികൾ അമ്മൂസ് മന്ത്ര എന്ന ചാനലിൽ കാണാവുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, സ്ട്രോബെറി ചാനലിന്റെ ഗസ്റ്റ് ഷെഫ് സെഗ്മെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീറ്റ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. 3 വെറൈറ്റി ദോശകളുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം എഗ് ദോശയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. അതിനായി ഒരു ബൗളിലേക്ക് ഞാൻ 2 കോഴിമുട്ടയാണ് ചേർത്തിട്ടുള്ളത്. നമ്മളുടെ കയ്യിൽ ഏത് മുട്ടയാണോ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു ചെറിയ സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവോളയ്ക്ക് പകരം കുഞ്ഞുള്ളി ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുഞ്ഞുള്ളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് പൊടിയായി എരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു 4 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു ടിപ്പാണ്. നമ്മൾ ഓംലെറ്റും മറ്റും ഉണ്ടാക്കുമ്പോൾ മുട്ടയിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മുട്ട നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും. വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മുട്ട നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. മുട്ട ഇപ്പോൾ നന്നായിട്ട് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. മുട്ടയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ദോശമാവ്. നമുക്കിനി എഗ് ദോശ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ദോശക്കല്ല് വെച്ചു. പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഒരു തവി ദോശയുടെ മാവ് കോരി ഒഴിച്ച് വളരെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. നമ്മൾ 2 മുട്ടയാണ് ചേർത്തത്. അതുകൊണ്ട് തന്നെ 2 ദോശയ്ക്ക് വേണ്ടിയിട്ട് ഈ മുട്ടയുടെ മിക്സ് യൂസ് ചെയ്യാം. പകുതി ഇപ്പോൾ ചേർത്താൽ മതി. ഇനി പാൻ ചെറുതായിട്ടൊന്ന് ചരിച്ചു കൊടുത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് മുട്ടയുടെ മിക്സ് ദോശയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്യാം. മുട്ടയുടെ മിക്സ് ദോശയുടെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ആയിട്ടുണ്ട്. ഫ്ലെയിം ചെറുതാക്കിയിട്ട് വേണം നമ്മുടെ ദോശ കുക്ക് ചെയ്തെടുക്കാനായിട്ട്, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 1-2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. കുട്ടികൾക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതാണ്. ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്ക് ദോശ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ദോശ നന്നായിട്ട് മൊരിഞ്ഞു കഴിയുമ്പോൾ പാനിൽ നിന്നും ദോശ പതുക്കെ വിട്ടു തുടങ്ങും. ഈ സമയത്ത് നമുക്ക് ദോശ സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. എഗ് ദോശ മറിച്ചിടണമെന്നില്ല, ഒരു സൈഡ് മാത്രം കുക്ക് ചെയ്താൽ മതി. ഞാൻ പക്ഷെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് മറ്റേ സൈഡ് കൂടി ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. നമ്മുടെ എഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അടിവശം നന്നായിട്ട് മൊരിഞ്ഞ് മുകളിൽ മുട്ടയുടെ ആ ഒരു പോർഷൻ വളരെ സോഫ്റ്റ് ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ് എഗ് ദോശ. അടുത്തതായിട്ട് നമുക്ക് ഒരു കളർഫുൾ ദോശ ഉണ്ടാക്കാം. അതാണ് വെജിറ്റബിൾ ദോശ. ഒരു തവി ദോശമാവ് പാനിലേക്ക് ഒഴിച്ച് വളരെ കനം കുറച്ച് പരത്തിയെടുക്കാം. ഞാനിവിടെ ഏറ്റവും ആദ്യം ക്യാരറ്റാണ് ചേർക്കുന്നത്. കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. കുറച്ച് സവോള പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ക്യാപ്സിക്കമാണ് ചേർക്കുന്നത്. ഞാനിവിടെ 2 കളർ ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്, യെല്ലോയും റെഡും. നമ്മളുടെ കയ്യിലുള്ളത് ഏതാണോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നെയ്യ് കൂടിയും ചേർത്ത് കൊടുക്കാം. വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ദോശയാണ് വെജിറ്റബിൾ ദോശ. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് പോലും ഈ ദോശ കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും. കാരണം കാഴ്ചയിൽ തന്നെ വളരെ അട്രാക്റ്റീവാണ്. വെജിറ്റബിൾ ദോശയിൽ നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ചെറിയൊരു പുളി ഇഷ്ടമുള്ളവർക്ക് തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. കളർഫുൾ വെജിറ്റബിൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു സൈഡ് മാത്രമേ ഞാൻ കുക്ക് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് മടക്കി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞങ്ങളുടെ ചാനലിൽ ഗസ്റ്റ് ഷെഫായി വരാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ ID വഴിയോ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് വഴിയോ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മുടെ 3ാമത്തെ ദോശ കുട്ടികൾക്കെല്ലാം വളരെ പ്രിയമുള്ള ചീസ് ദോശ. ഒരു തവി മാവെടുത്ത് വളരെ കനം കുറച്ച് ദോശയ്ക്ക് വേണ്ടി പരത്തിയെടുക്കാം. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ചീസ് ഇവിടെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത ചീസ് നമുക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം.
ഞാനിവിടെ അമൂലിൻ്റെ ചീസാണ് എടുത്തിട്ടുള്ളത്. ചീസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തു. ചീസ് ഇപ്പോൾ മെൽറ്റായി വരുന്നുണ്ട്. ചീസ് ദോശയും ഞാൻ ഒരു സൈഡ് മാത്രമേ കുക്ക് ചെയ്യുന്നുള്ളൂ. ദോശ നന്നായിട്ട് മുരിഞ്ഞ് പാനിൽ നിന്നും വിട്ട് വരുമ്പോൾ നമുക്കതും സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ടിപ്പ് ഓഫ് ദി ഡേ. നമ്മൾ ദോശമാവ് അരയ്ക്കാനായിട്ട് ചോറ് ചേർക്കാറുണ്ട്. ചോറിന് പകരം അവൽ ചേർക്കുകയാണെങ്കിൽ ദോശ കുറച്ചുകൂടിയും ക്രിസ്പിയും ടേസ്റ്റിയും ആകും. അത് മാത്രമല്ല, കുറച്ച് കൂടുതൽ അരച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പുളിച്ചു പോവുകയുമില്ല. വളരെ കളർഫുൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള 3 ദോശകളാണ് ഇന്നിവിടെ കാണിച്ചത്. ഇതുവരെ ഇങ്ങനെ ദോശ തയ്യാറാക്കിയിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കൂ. മറ്റൊരു നല്ല രുചിയൂർന്ന റെസിപ്പിയുമായി സ്ട്രോബെറി ചാനലിലൂടെ വീണ്ടും കാണാം. ടിൽ ദെൻ, stay safe, enjoy your food. Bye.